ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് ഒരു വേൾഡ് ക്രിയേറ്റ് ആക്കുന്നത്, അതിനകത്ത് ആദ്യമായിട്ട് സർവൈവലിനകത്ത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ പ്ലേ നിൽക്കണം. പ്ലേ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ന്യൂ വേൾഡ് എന്ന് വന്നിട്ട് ഇവിടെ കാണിക്കും. ഞാനത് നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണിക്കും. അപ്പോൾ ഇതൊക്കെ വേറെ വേറെ സാധനങ്ങളാണ്. ഇത് ഓരോരോ സർവേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ റിയൽ മേറ്റ്സിൻ്റെ ഒക്കെ ഉണ്ട്. മറ്റേ നമ്മളെ മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ വരുന്ന അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ വേൾഡിൽ ഞാൻ ഒരു വേൾഡ് പോലും ക്രിയേറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ആ ക്രിയേറ്റ് ന്യൂ വേൾഡിനകത്ത് പിടിച്ച് നിൽക്കണം. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിൽ പോകും. പിന്നെ വീണ്ടും ക്രിയേറ്റ് ന്യൂ വേൾഡിനകത്ത് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേൾഡിൻ്റെ നെയിം എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കാം, AD ഗെയിമർ. ഞാൻ ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സർവൈവൽ വേണമെങ്കിൽ സർവൈവൽ, ഞാൻ നോർമൽ കൊടുക്കും, ഞാൻ ഈസി കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് കളിക്കാൻ പറ്റും. അതില്ല ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ കാട്ടണേന്ന് അറിയാത്തതുകൊണ്ട് അതൊക്കെ നല്ലതാണ്. ഹാർഡ്കോറൊന്നും ഞാൻ ഇപ്പോൾ വെക്കുന്നില്ല. എന്താ വെച്ചാൽ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മൂഞ്ചിയിട്ട് ഇരിക്കേണ്ടി വരും. ഇതൊക്കെ ഓരോരോ ഇതാണ്. ഇതൊക്കെ ഞാൻ അടുത്തൊരു വീടിനകത്ത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എങ്ങനെ സർവൈവലിനകത്ത് എങ്ങനെയാണ് നമുക്ക് എന്താണ് കാട്ടേണ്ടത്, എന്തൊക്കെയാണ് ആദ്യത്തെ ബേസിക് തിങ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് വെക്കുവാണ്. ക്രിയേറ്റ് വെക്കുമ്പോൾ ഇങ്ങനത്തെ ഇത് കാണും. അപ്പോൾ ഇത് എന്താ ഈ ഇൻ്റർഫേസ് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അപ്പോൾ ഡൗൺലോഡ് ഞാൻ ഫോണിനകത്ത് കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. നമ്മൾ സാധാരണ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സാധാരണ നമ്മൾ PC യിലൊക്കെയാണ് കളിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ബട്ടൺസൊക്കെ കാണുമെന്ന് എനിക്ക് അത്ര പിടുത്തില്ല. എന്തായാലും ഞാൻ ഇവിടെയാണ് സ്പോൺ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ബേസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ഞാൻ ഈ കാട്ടിൻ്റെ അകത്ത് തന്നെ വന്ന് സ്പോൺ ആയതാണ് എനിക്ക് അത്ര പിടിക്കാതെ. നമ്മൾ സ്പോൺ ആയ സ്ഥലം അത് അവിടെയാണ്. കാണുമോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ആയിട്ടാണ് ഞാൻ സ്പോൺ ചെയ്തത്. ഇവിടെ ആയിട്ട് ഇങ്ങനെയാണ് ഞാൻ സ്പോൺ ആയത്. നമുക്കങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ ആയിട്ടാണ് ഞാൻ സ്പോൺ ആയത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഇങ്ങനെ നേരെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ബേസിക് കാര്യം, ഇവിടെ കുറച്ച് വെളിച്ചമുണ്ട്, ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് അതിൻ്റെ അടുത്തോട്ട് പോയി നിൽക്കണം നമുക്ക്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വില്ലേജ് തപ്പിയൊന്നും പോകാൻ പാടില്ല. അതൊക്കെ അവസാനം ചെയ്യേണ്ട പരിപാടിയാണ്. ഇവിടെയൊക്കെ വില്ലേജ് തപ്പണമെങ്കിൽ കുറേ നേരം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ചെയ്യേണ്ടത് കൈ കൊണ്ട് തന്നെ ഈ മരം അങ്ങ് പൊട്ടിച്ചെടുക്കുക. ഇത് കുറച്ച് നേരം പിടിക്കും, എന്നാലും ഇങ്ങനെ മെല്ലെ അങ്ങ് പൊട്ടിച്ചങ്ങ് എടുക്കണം. ഇതൊരു 10-20 എണ്ണം പൊട്ടിച്ചെടുത്താൽ നല്ലതാണ്. പിന്നെ വീഴത്തുമില്ല. ഇത് പിന്നെ സാധാരണ റിയലിസ്റ്റിക് ഒന്നുമല്ലല്ലോ, സാധാരണ ഇതല്ലേ, അതുകൊണ്ട് അത് വീഴത്തൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് ബിഗിനേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ അടുത്ത ലെയറും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മണ്ടയ്ക്ക് കയറി എന്നിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഡിഗ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ 6 ബ്ലോക്കായി. ഇനിയിപ്പോൾ 6 മരത്തിൻ്റെ കഷ്ണങ്ങളായി. ഇനിയിപ്പോൾ ഒരു 10-20 എണ്ണം എടുക്കേണ്ടി വരും. നെക്കി പിടിച്ചങ്ങ് എടുത്താൽ മതി. കുറച്ച് നേരം അങ്ങനെ അങ്ങ് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോരോ ബ്ലോക്കായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യും. ഇപ്പോൾ 10 ബ്ലോക്കായി. അങ്ങനെ നമുക്ക് ഒരു 20 എണ്ണം ആക്കാം. 20 എണ്ണം ആക്കിയിട്ട് ബാക്കി എന്തൊക്കെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ബിഗിനേഴ്സ് ചെയ്യേണ്ട വലിയൊരു കാര്യമാണിത്. ഇല്ലെങ്കിൽ ചില ആൾക്കാർ കളിക്കാറിയാതെ വെക്കും. ഇതെന്താ കാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിനകത്താണെങ്കിൽ ഇത് വന്നിട്ട് നമുക്ക് മൂവ് ആവാനുള്ള ബട്ടൺ. ഇവിടെ വന്നിട്ട് ഇതുണ്ടോ ഈ സ്പീഡ് കൂട്ടുന്നത്, ഇത് വന്നിട്ട് സ്പീഡ് കൂട്ടുന്നത്. ഇതിനകത്ത് നെക്കിയിട്ട് ഓടുവാണെങ്കിൽ നല്ല സ്പീഡിൽ ഓടാൻ പറ്റും. ഇത് വന്നിട്ട് ചാടേണ്ടത്, ഇത് ഇരിക്കേണ്ടത്. പിന്നെ എണീക്കുക എന്ന് വെച്ചാൽ ഇരുന്നിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്പീഡ് ഉണ്ടാവില്ല ഒട്ടും. സോമ്പിന് മുമ്പിലൊന്നും പോയി ഇങ്ങനെ ഇരിക്കരുത്. പിന്നെ ഇതിനകത്ത് നെക്കിയിട്ട് പിന്നെ ഓടണം, ഇതിനകത്ത് നെക്കിയിട്ട്. പിന്നെ ചാടി ഓടുവാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് കൂടും. അപ്പോൾ ഇപ്പോൾ 14 ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കട്ട് ചെയ്തെടുക്കാറുണ്ട്. 15 മതിയായിരിക്കും ഇവിടെ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് ഇത് വയ്ക്കോ. ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെ ആയിട്ടൊരു ഇത് കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇതിനകത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നെക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണും. PC-നകത്ത് കളിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബുക്ക് കാണും പച്ച കളറിൽ ഇവിടെ ആയിട്ട്. എന്നുവെച്ചാൽ ഈ ക്രാഫ്റ്റിങ്ങിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബുക്ക് കാണും. അതിനകത്ത് പിടിച്ച് വെക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാണത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക്
നമ്മൾ ഈ കട്ട് ചെയ്ത മരം വന്നിട്ട് എന്താ കാട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിച്ചോണ്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ, പറ്റുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നെക്കിയിട്ട് ഇവിടെ നെക്കി കഴിയുമ്പോൾ അത് മൊത്തം ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരിത് കിട്ടും. അപ്പോൾ അത് നമ്മളിങ്ങനെ നെക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി വെക്കണം. ആ ബ്ലോക്ക് മൊത്തം ഞാൻ ഇതാക്കി എടുക്കുന്നുണ്ട്. മറ്റേ അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ ഞാനിത് മൊത്തം എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ എന്താ കാട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാട്ടുന്നുണ്ട്, പക്ഷെ ഞാനത് ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇത് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്കത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലായാൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഈ 3 ഡോട്ട് കണ്ടോ, ഇവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 ഡോട്ടിൽ പിടിച്ച് വെക്കുക, പിന്നെ ഇതെടുക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഓക്കെ. ഞാനിത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ കാട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം എടുക്കുക, ഒരെണ്ണം മാത്രം എടുത്താൽ മതി. ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്ലോക്ക് മൊത്തം കഴിയും. അതുകൊണ്ട് ഇതെടുത്തിട്ട് ചുമ്മാ അങ്ങ് പ്ലേസ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഞാൻ നെക്കി കഴിഞ്ഞാൽ അതവിടെ പ്ലേസ് ആവും. ഇനിയിപ്പോൾ ഇതിനകത്ത് നിൽക്കണം. നെക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു 666 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർഫേസ് കണ്ടിട്ടും ക്രാഫ്റ്റിങ്ങിൻ്റെ അവിടെ. അപ്പോൾ ഇതിനകത്ത് എന്താ കാട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു വാളുണ്ടാക്കണം. എന്ന് വെച്ചാൽ വാളുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതെടുക്കുക, എന്നിട്ട് 2 എണ്ണത്തിൽ മുകളിലത്തെ എന്ന് വെച്ചാൽ എന്താ ഇത് വന്നിട്ട് 1 2 3 4 5 5ലും 6 7 8നകത്തും വെക്കണം. അപ്പോൾ ഇതേമാതിരി നമുക്ക് സ്റ്റിക്ക് കിട്ടും. എന്നിട്ട് ബാക്ക് അടിച്ച് വരിക, എന്നിട്ട് വീണ്ടും ഇതിനകത്ത് നിൽക്കുക. പിന്നെ ഇപ്പോൾ ഇതെന്താ ഉണ്ടാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ സ്റ്റിക്ക് വന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വുഡൻ പിക്കാക്സ് കിട്ടും. പിന്നെ ഇതിങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് സ്റ്റോണിലോട്ടൊക്കെ പോകണം. നിങ്ങൾക്ക് എളുപ്പത്തിനാണെങ്കിൽ ഇവിടെ ഈ സൈഡിലായിട്ട് കേട്ട് ഇതിനകത്ത് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ സ്വാഡ് വരും. സ്വാഡ് എടുത്തു. പിന്നെ ഉണ്ടാക്കാനുള്ള സ്റ്റിക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇനി എന്താ കാട്ടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാവോ ഇല്ല, ഇനി കാട്ടേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ സ്റ്റിക്ക് ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വുഡും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വുഡൻ ആക്സ് ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് ഇതിൻ്റെ ആവശ്യമൊന്നും നമുക്കിപ്പോൾ അന്നേരം ഉണ്ടാക്കി വെച്ചേക്കാം. സാധാരണ ഇതൊക്കെ ഇരിക്കട്ടെ എന്തായാലും ചുമ്മാ. അടുത്തത് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നില്ല അത്. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ഇവിടെ കൊണ്ടുപോകണം, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് കുറച്ച് മുങ്ങിയാൽ മതി. ഓക്കെ, വെള്ളത്തിൻ്റെ അകത്തോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബബിള് മാതിരി കാട്ടുന്നത് കാണാം. കണ്ടോ നോക്കി ഗൈസ്, ഇവിടെ ആയിട്ടൊരു ബബിള് മാതിരി കാട്ടുന്നത് കാണാം. അത് തീർന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അപ്പോൾ കഴിഞ്ഞു. ഹെൽത്ത് പോകാൻ തുടങ്ങും ഇപ്പോൾ ഗൈസ്. അതാണ്ടോ, അയ്യോ ഹെൽത്ത് പോകുന്നു. ഓക്കെ, നമ്മളിങ്ങനെ വീണ്ടും എൻ്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ബബിള് പോവുകയും ചെയ്യും. ആ ബബിള് ഫുള്ളായി കഴിഞ്ഞ് ചെയ്താൽ എന്തായാലും ഹെൽത്ത് പോയി. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഫുഡ് വേണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സ്വാഡോ അല്ലെങ്കിൽ ആക്സോ എടുത്തിട്ട് ഓടുക. എന്നിട്ട് അതാ നല്ലൊരു സാധനം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇങ്ങനെ ചുമ്മാ നിന്നിട്ട് അടിക്കാൻ പാടില്ല. ഒന്ന് ഇവിടെ ഡ്രാഗ് ചെയ്ത് ചാടുക, അടിക്കുക. അപ്പോൾ ഹെൽത്ത് അതിൻ്റെ മുക്കാലും പോവും. പിന്നെ അത് വീണ്ടും അതിൻ്റെ അടുത്ത് പോയിട്ട് ചാടി അടിക്കുക, അത്രേ ഉള്ളൂ. 2 അടിക്ക് കഴിയും. പിന്നെ എന്താ കാട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഹീറ്റ് ചെയ്യണം. പക്ഷേ ഇത് റോ ഫുഡ് ആയതുകൊണ്ട് അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്റ്റോൺ തന്നെ ആവശ്യം വരും ഗൈസ്. അപ്പോൾ സ്റ്റോൺ വേണമെങ്കിൽ അതാണ് വേറെ പണി. ഇവിടെ എല്ലാം തണ്ണിമത്തം വല്ലതും കിട്ടുവാണെങ്കിൽ അതും പറിച്ചെടുത്ത് നമുക്ക് തിന്നാം. അയ്യോ സോംബി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോഴേ ഓടണം കാട്ടില്ല ഗൈസ്. ഇതിൻ്റെ ഇന്ന് ഞാൻ എൻ്റെ കഥ അങ്ങ് തീർത്തേക്കാം. അയ്യോ, ഞാൻ ചാടി അടിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ചാവും ഗൈസ്. അതുകൊണ്ട് ഞാൻ അയ്യോ ചത്തില്ല. ഓ ഷിറ്റ്, ഇതങ്ങ് ബ്ലോക്ക് ചെയ്ത് അങ്ങ് എടുത്തേക്കാം. ഓ, സോംബിക്കൊക്കെ വരാൻ കിട്ടിയ സമയം കണ്ടോ ഗൈസ്. ഇങ്ങനത്തെ ഉള്ള സ്ഥലത്ത് ഇതാണ് പ്രശ്നം. എന്തായാലും ഈ റോ തന്നെ തിന്നേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. വേറെ ഒന്നും കാണാനില്ല, അതാണ് പ്രശ്നം ഇവിടെ. ഇപ്പോൾ എന്തായാലും ഇതേ ഉള്ള മാർഗം, ഇതങ്ങ് കഴിച്ചേക്കാം. വേറെ ഒന്നും കാണാനില്ല ഗൈസ്. ഇവിടെയാണെങ്കിൽ ഒരു വില്ലേജും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അയ്യോ ഈ സാധനമായോ, ഇനിയിപ്പം ഇതെന്താ സാധനം? അതിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല അതിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ചത്ത്
എത്തി 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 അയ്യോ ചാവല്ലേ. ഗൈസ് ഇപ്പൊ ചാവും ഗൈസ്, ഞാനിപ്പോ ചാവും ഗൈസ്. അയ്യോ ചത്തേ. ഇതിനടിക്കണം ഗൈസ്, നിങ്ങൾ തന്നെ പറ. ഇപ്പം ചാവും മിക്കവാറും. ബേസിക് ആയിട്ടുള്ള കാര്യം കാണിച്ചാലെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ മുമ്പിൽ തന്നെ പോയി പെട്ട്. എന്തായാലും ഒരു ഐഡിയ ഉണ്ട്. എന്തായാലും ഒരു മഡ്. അയ്യോ ഇതിനിപ്പോൾ പൊളിച്ചെടുക്കണം ഗൈസ്. ഞാൻ അതിനങ്ങ് കൊല്ലാന്ന് വെച്ചു. ഒരു ഐഡിയ. അടി അതിനെന്ന് കൊന്നിട്ട് തന്നെ വൈകാര്യം ഗൈസ്. നമ്മളുടെ ഒരു പോരാട്ടം നമ്മളങ്ങ് നിർത്തുന്നില്ല ഗൈസ്. ഓക്കെ അതിനെ കൊന്നു ഗൈസ്. അല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം എന്ത് ചെയ്യേ? എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരുന്നു. അത് കിട്ടിയില്ല. ഓ ഷിറ്റ് ഗൈസ്, അത് എനിക്ക് കിട്ടിയില്ല ഗൈസ്. അത് എവിടെയോ എങ്ങാണ്ടോ പോയിന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിലെ രാത്രിയാവാറി. രാത്രിയായി കഴിഞ്ഞാൽ ബേസിക്കായിട്ട് കാട്ടേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ ഒന്നും കാട്ടാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത ദിവസം നമുക്ക് ബാക്കി പണി നോക്കാം. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ രാത്രി അതിൻ്റെ ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ആണ്. ഇതിനും കൂടെ വന്നിട്ട് അങ്ങ് നിർത്തിയേക്കാം. ചാടാ. ഓക്കെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കാണിച്ചു തന്നെ. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ ഗൈസ്.